ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21 അധ്യായം 22 വാക്യം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈശോ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വചനത്തിലൂടെ. ഈശോയും ശിഷ്യന്മാരും നടന്നു പോയപ്പോൾ ഈശോയ്ക്ക് വിശന്നു. ഒരു അത്തിവൃക്ഷത്തിൻ്റെ അടുത്തേക്ക് വന്നു. അതിൽ പഴങ്ങളുണ്ടോ എന്ന് നോക്കി ഫലം കാണാതെ വന്നപ്പോൾ ഈശോ പറഞ്ഞതേ, ഇനിയും ആരും നിന്നിൽ നിന്ന് ഫലങ്ങൾ ഭക്ഷിക്കാതിരിക്കട്ടെ. ആ നിമിഷം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് ഭയങ്കര അത്ഭുതത്തോടുകൂടി ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ പറയുന്ന മറുപടി അതെ, വിശ്വാസത്തോടെ നീ എന്ത് ചോദിച്ചാലും നിന്റെ ദൈവം നിനക്ക് തരും. നമ്മളൊന്ന് ചിന്തിച്ച്, പ്രാർത്ഥനയിൽ വിശ്വാസം കുറഞ്ഞു പോവുകയാണ്. പല കാര്യങ്ങളും ഈശോയോട് ചോദിക്കുമ്പോഴും നമുക്കൊരു സംശയം, ഇത് കിട്ടുമോ കിട്ടത്തില്ലേ? ഈ ഒരു സംശയത്തിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത്, ഈ ഒരു സംശയം നിന്റെ ഉള്ളിൽ നിന്ന് നിനക്ക് മാറ്റാൻ പറ്റണം. ഈ സംശയമുള്ളപ്പോൾ നീ ആഗ്രഹിക്കുന്നതൊന്നും നേടാനായിട്ട് നിനക്ക് സാധിക്കത്തില്ല. നീ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നിനക്ക് ലഭിക്കണമെങ്കിൽ ഈ സംശയം നിന്റെ ഉള്ളിൽ നിന്ന് മാറണം. ആഴമായ വിശ്വാസമാണ്. വിശ്വാസത്തോടുകൂടി നീ ചോദിക്കുന്നതെല്ലാം നിന്റെ ദൈവം നിനക്ക് തരും. കാരണം എൻ്റെ ദൈവം എന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്, അത്രയേറെ കരുതുന്നുണ്ട്. ഈ സ്നേഹം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആഴമായ വിശ്വാസം ഉണ്ടാവണം. എപ്പോഴാണ് നമുക്കൊരാളിൽ ആഴമായ വിശ്വാസം ഉണ്ടാവുന്നത്? ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ അപ്പന്റെ കരം പിടിച്ചു പോകാറുണ്ട് അല്ലെ? ഏത് തിരക്കുള്ള വഴിയിലൂടെയും അവൻ സന്തോഷത്തോടെ അപ്പന്റെ കരം പിടിച്ചുകൊണ്ട് കാഴ്ചകൾ കണ്ട് ചിരിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ട് അവൻ കാഴ്ചകൾ കണ്ട് ചിരിച്ചുകൊണ്ട് പോകുന്നത്? വിശ്വാസവും. എൻ്റെ അപ്പന്റെ കൈയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. വിശ്വാസമുള്ളിടത്താണ് ഉറപ്പുണ്ടാകുന്നത്. എന്നെ കരുതും, എൻ്റെ ദൈവം എന്നെ കരുതുമെന്ന് ആഴമായിട്ട് വിശ്വസിക്കാനായിട്ട് പറ്റണം. ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാവണം. ഈ ഒരു സ്നേഹമുണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഞാൻ ഒരിക്കലും വീണു പോകത്തില്ല. അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത്, നിന്റെ പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ടാകണം. ആഴമായ വിശ്വാസത്തോടുകൂടി നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് തരും. നീ ചോദിക്കുന്നതെന്തും ഞാൻ തരും. പക്ഷേ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം കേട്ടോ, നീ ചോദിക്കുന്ന സമയത്തായിരിക്കത്തില്ല തരും. നമ്മുടെയൊക്കെ പ്രശ്നം ഇതാ, ഞാൻ പ്രാർത്ഥിച്ചു ആ നിമിഷം തന്നെ കിട്ടണം. അങ്ങനെയല്ല, ദൈവം തരും അവൻ്റെ സമയം. അവനറിയാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത് എന്താണ് എന്ന് എന്നേക്കാൾ നന്നായിട്ടറിയാവുന്ന എൻ്റെ ദൈവത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. അവനോടൊന്ന് ആവശ്യപ്പെട്ടാൽ മതി. അവനറിയാം എൻ്റെ ജീവിതത്തിൽ വേണ്ടത് എപ്പോഴാണ്, ആ സമയത്ത് അവൻ കൃത്യമായിട്ട് എനിക്കുള്ളത്. ഈ ഒരു വിശ്വാസം നമുക്ക് നേടാം. ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരാം. പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ പൂർവികർക്കൊക്കെ ആഴമായ വിശ്വാസമുണ്ടായി. എല്ലാം ദൈവകരങ്ങളിൽ കൊടുത്തിട്ടാണ് അവർ ജീവിച്ചത്. ദൈവം അവരെ സംരക്ഷിച്ച് കരുതി പോന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്നത് നമ്മുടെ പൂർവികർക്ക് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ലഭിച്ചതാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ വിശ്വാസം വീണ്ടെടുക്കാനായിട്ട് ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് അവനിൽ നിന്ന് അനുഗ്രഹം നേടിയെടുത്തുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.